പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വലിയൊരു സുവിശേഷം പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന ആരംഭിക്കുക. നിങ്ങളുടെ വ്യർത്ഥമായ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്, അതായത് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ളതാണ് ആ സുവിശേഷം. നമ്മളെ ഇങ്ങനെ നശിച്ചു പോയേക്കണവരല്ല, നേരെ മറിച്ച് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്, നമ്മൾ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരാണ്. ആ വീണ്ടെടുക്കപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ധ്യാന വിഷയമായിട്ട് എടുക്കുക. അത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയണം. നമ്മളിങ്ങനെ പൊന്നു കൊടുത്തോ വെള്ളി കൊടുത്തോ വാങ്ങിയെടുത്തതല്ല, നേരെ മറിച്ച് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ ഇതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. കർത്താവ് എന്തൊരു വലിയ കൃപയാണ് അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്, എത്ര വലിയ സ്നേഹമാണ് അങ്ങ് ഞങ്ങളോട് കാണിച്ചിരിക്കുന്നതെന്നൊക്കെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇത് ഓർക്കണം. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് അവൻ്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ല, നിങ്ങൾ എനിക്ക് സ്വന്തമാണ്, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്, നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. ഇത് പലതവണ വിശുദ്ധ ഗ്രന്ഥം ആവർത്തിക്കുന്നതിൻ്റെ കാരണം, നിങ്ങൾ ഒരു സമയം ഈ ലോകത്തിൻ്റെതായി പോയ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് ഈ ലോകത്തിൻ്റെതായ സമ്പത്ത് കൊണ്ടല്ല, നിങ്ങൾ തിരിച്ചെടുത്തത് ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം അവൻ ചിന്തിക്കൊണ്ടാണ്. അത് നിസ്സാര കാര്യമല്ല, അത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഈ ലോകത്തിൻ്റെതല്ലാത്തതിൻ്റെ കാരണം, ഈ ലോകത്തിന് അനുരൂപരായി തീരരുതെന്ന് പറയുന്നതിൻ്റെ കാരണം, ഈ ലോകത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടി അലയരുതെന്ന് പറയുന്നതിൻ്റെ കാരണം, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ ഇതുപോലുള്ള വ്യർത്ഥമായ ജീവിതചര്യകളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടായതുകൊണ്ടാണ്. അത് നിർബന്ധമായും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. വചനം അതാണ് നമ്മളോട് പറയണത്. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. അത് നമ്മളെ ഇങ്ങനെ നമ്മളെ ട്രെമ്പിൾ ചെയ്യിക്കേണ്ട, ഇങ്ങനെ വിറയൽ കൊള്ളിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ വീണ്ടും ജനിച്ചിരിക്കുന്നത് നമ്മൾ നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. എപ്പോഴും ഇങ്ങനെ നമ്മളെ വചനം പ്യൂരിഫൈ ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധമായ സ്നേഹം നമ്മളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുത്തെ തിരുരക്തം കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്ത് നമ്മളെ തിരികെ എടുത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും നമ്മൾ വീണ്ടും ഈ ലോകത്തോട് ഒട്ടിച്ചേർന്നിരുന്നു പോയാൽ അത് നന്ദിയേടല്ലേ. വചനം നിരന്തരം ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ കാരണം, ഇന്നത്തെ സുവിശേഷത്തിലും കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. രണ്ടുപേര് വരുന്നു, അവനോട് വന്ന് ചോദിക്കുന്നു, കർത്താവേ, നിന്റെ രാജ്യത്തായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വലത്തും ഇടത്തും ഇരിക്കാനായിട്ടുള്ള അനുഗ്രഹം തരണേ. ഇത് ശിഷ്യന്മാർ ഈശോയോട് പ്രാർത്ഥിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അവർ സമർപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആഗ്രഹമാണ്, കർത്താവേ, നീ നിൻ്റെ രാജ്യത്തായിരിക്കുമ്പോൾ, അവരുടെ നോട്ടം ഇവിടെ ആയിരുന്നില്ല എന്ന്, അവർ സ്വർഗത്തിലായിരിക്കുമ്പോൾ, അവൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ അവനോട് കൂടെ അവൻ്റെ തൊട്ടടുത്തിരിക്കാനായിട്ടുള്ള ആഗ്രഹമാണ് സമർപ്പിക്കുന്നതെന്ന് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് പറയും, നിങ്ങൾ എൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല, അത് ആർക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കൊക്കെ വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടിരിക്കുന്ന ഇരിപ്പിടങ്ങളുണ്ട്. നമ്മൾ അതിനകത്ത് ഇത് അപ്പസ്തലന്മാർക്ക് മാത്രം ചെല്ലാൻ പറ്റുന്ന ഇടമാണെന്നാണ് വിചാരിക്കണേ, വിശുദ്ധന്മാർക്ക് മാത്രം ചെന്നെത്താൻ പറ്റുന്ന സീറ്റാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനല്ല, ഇതെല്ലാവർക്കും വേണ്ടി സജ്ജമാക്കി വിട്ടിരിക്കുന്ന ഇരിപ്പിടമാണ്. അതിന് വേണ്ടിയിട്ടൊന്ന് പരിശ്രമിച്ചാൽ, നോട്ടമൊന്ന് സ്വർഗത്തിൽ ഉറപ്പിച്ചാൽ, ഈ ലോകത്തിൻ്റെതായി മാത്രം ജീവിക്കാതിരുന്നാൽ, ഈ ലോകത്തിൻ്റെ അടിമകളായി ഇങ്ങനെ താഴെ ഇങ്ങനെ അടിഞ്ഞു പോകാതെ ഒന്ന് ഉയർന്നു നിൽക്കാനായാൽ തീർച്ചയായും ആ സീറ്റ്, ആ ഇരിപ്പിടം നമുക്ക് വേണ്ടി കൂടി അവകാശപ്പെട്ടതായി മാറും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള റേസിലാണ് നമ്മൾ, ഈ ഓട്ടത്തിലാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തും. നിങ്ങളുടെ ഇടയിൽ മറ്റുള്ളവരെ പോലെ ആകരുത്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം, നിങ്ങളുടെ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. അതായത് ഇവിടെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്നൊക്കെ കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, ഈ
സ്വർഗത്തിൽ മറ്റുള്ളവരുടെ മുകളിലാവാൻ വേണ്ടിയിട്ടുള്ള ജീവിതമല്ല ഇത്. കോമ്പീറ്റ് ചെയ്ത് മറ്റുള്ളവരെ തോൽപ്പിച്ച് അവർക്ക് മുകളിൽ വിജയിയായി നിൽക്കാനായിട്ടുള്ള ജീവിതമല്ല ഇത്. നേരെ മറിച്ച് അവരുടെ ശുശ്രൂഷകനായി സ്വർഗത്തിലെ സ്ഥാനമുറപ്പിക്കാനായിട്ടുള്ള സമരത്തിലാണ്, ഓട്ടത്തിലാണ് നമ്മൾ. കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തും, നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ സൂക്ഷിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുവിൻ, ഈ ലോകത്തിലേക്കല്ല. കർത്താവെ, എത്ര കാലമായി ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള നിസ്സാര സന്തോഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എത്രയോ സമയം ചിലവഴിക്കുന്നു. ഈ ലോകത്തിനായിട്ടുള്ള സ്വന്തമാക്കാനായിട്ടുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങൾ ജീവിതം ഇങ്ങനെ പാഴാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും ഞങ്ങളുടെ മിഴികൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ഞങ്ങളുടെ ഹൃദയം സ്വർഗത്തിലായി ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിലൊന്ന് മുഴുവനായിട്ട് അർപ്പിക്കാനാവട്ടെ. ഞങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം സ്വർഗത്തിൽ ഞങ്ങൾക്കായി അങ്ങൊരുക്കി വച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കട്ടെ. കർത്താവേ, അതിനായി ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശം നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ മുട്ടിന്മേലായിരിക്കാം, ആശീർവാദം സ്വീകരിക്കാം. അവിടുത്തെ തിരുരക്തം കൊണ്ട് കഴുകി അഭിഷേകം ചെയ്ത് ഞങ്ങളെ ഈ രാത്രിയിലും വീണ്ടെടുക്കാൻ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, അത്യുന്നതങ്ങളിൽ വാസമുറപ്പിക്കാൻ ഞങ്ങളെ ക്ഷണിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ആഗ്രഹം മുഴുവനും അങ്ങിലേക്കായിരിക്കട്ടെ. ഞങ്ങളുടെ പരിശ്രമങ്ങൾ മുഴുവൻ ആ സ്വർഗത്തിന് വേണ്ടിയിട്ടായിരിക്കട്ടെ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളിലായിരിക്കട്ടെ ഞങ്ങളുടെ അഭിലാഷവും ആഗ്രഹങ്ങളുമെല്ലാം. അതിനായി ഈശോയെ, ഞങ്ങളെ സ്വർഗീയ വെളിച്ചം കൊണ്ട് തെളിവുള്ളവരാക്കി തീർക്കണമേ എന്ന്, തെളിമയുള്ളവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.